ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മച്ചൂസ് പ്ലാനറ്റ്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ലോട്ടസിൻ്റെ സീഡിൽ നിന്നും പ്ലാന്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ്. അപ്പോൾ ഇത് ഏതൊക്കെ കൊഴിഞ്ഞു പോയിട്ട് ഇതുപോലെ നമുക്ക് ഓരോ ഹോളിലും ഓരോ സീഡ്സ് ഉണ്ടാവും. പക്ഷേ ഇതിനകത്തിൽ ഒരു സീഡ് മാത്രമേ നല്ലതുള്ളൂ. ഇത് മാത്രമേ മുളയ്ക്കാൻ സാധ്യതയുള്ളൂ. ബാക്കിയുള്ളതൊക്കെ പേടാണ്. അപ്പോൾ മുളയ്ക്കാൻ സാധ്യതയുള്ള വിത്താണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബ്രൗൺ കളറിൽ ഇങ്ങനെ നമുക്ക് കിട്ടും. ഇത് കുറേ ഈ കളറാകുമ്പം നമുക്ക് അടർത്തിയെടുക്കാം ഇങ്ങനെ. അപ്പം അടർത്തിയെടുത്തിട്ട് നമുക്കിത് ഉരച്ച് ഒന്ന് പൊട്ടിച്ചിട്ട് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് മുളയ്ക്കും. അതെങ്ങനെയാണെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഞാൻ ഒരു 10 സീഡ് എടുത്തിട്ടുണ്ട്. 10 സീഡുണ്ട്. പിന്നെ ഒരു സാൻഡ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് ഉരച്ച് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ഗ്ലാസ്സിനകത്ത് ചെറിയ ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ബൗൾ വെറൈറ്റി പെടുന്ന ലോട്ടസ് സീഡാണ്. ഇത് മുളയ്ക്കുന്നില്ലെന്നൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട്. അപ്പോൾ നമുക്ക് അതും ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് തന്നെ എടുത്തേക്കുന്നത്. ഇത് നമ്മുടെ ചെടിച്ചട്ടിക്കകത്തൊക്കെ നടാൻ പറ്റിയ ഇനമാണ്. പെട്ടെന്ന് പൂവുണ്ടാകും. അപ്പോൾ ഈ ലോട്ടസിൻ്റെ സീഡ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാം, ഒരു സൈഡ് ഒരു ഹോൾ മാത്രമുള്ള സൈഡും ഓപ്പോസിറ്റ് സൈഡിൽ ഒരു മുള്ള് പോലെയുള്ള സൈഡും ഉണ്ട്. കണ്ടോ, ഇതാണ് മുള്ള് പോലുള്ള സൈഡ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഹോളാണ്. അപ്പോൾ ഈ ഹോളുള്ള സൈഡാണ് നമ്മൾ പൊട്ടിക്കേണ്ടത്. ഒരിക്കലും മുള്ളുള്ള സൈഡ് പൊട്ടിക്കാൻ പാടില്ല. മനസ്സിലായല്ലോ? ഇനി ഞാനിത് ഉരച്ച് പൊട്ടിക്കുമ്പോൾ കാണിച്ചു തരാമേ ബാക്കി. പിന്നെ ഇത് ചെറിയ ചൂടുവെള്ളം. ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് ആയതുകൊണ്ട് നമുക്കിത് മുളയ്ക്കുന്നതൊക്കെ കാണാൻ പറ്റും. ഇതൊരു സാൻഡ് പേപ്പറിൻ്റെ ഒരു കഷ്ണം. നമ്മൾ പോളിഷിങ് വർക്കിനൊക്കെ ഉപയോഗിക്കുന്ന സാൻഡ് പേപ്പറാണ്. ഇതിനകത്ത് നമുക്ക് ഉരച്ചാണ് നമ്മൾ സീഡ് പൊട്ടിച്ചെടുക്കാൻ പോകുന്നത്. വേണമെങ്കിൽ നമുക്ക് കോൺക്രീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കല്ലിലോ ഒക്കെ ഉരച്ച് പൊട്ടിക്കാനൊന്നും പ്രശ്നമില്ല. ഇപ്പം ഞാൻ ഹോളുള്ള സൈഡാണ്, സീഡിൻ്റെ ഹോളുള്ള സൈഡ് ഇതുപോലെ സാൻഡ് പേപ്പറിൽ ഉരച്ച് നല്ലോണം ഒന്ന് ഉരച്ചിട്ട് പൊട്ടിക്കാൻ പോകണം. ഇത് നല്ല പണിയാണ് കേട്ടോ. ഒരുപാട് സീഡ്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കൈയൊക്കെ നല്ലപോലെ വേദനിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് പേരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇതുപോലെ നല്ലതായിട്ട് ഉരച്ച് കൊടുക്കുക. ഉരച്ച് കണ്ടോ ഇങ്ങനെ പൊട്ടി ഇരിക്കും. അല്ലെങ്കിൽ ഒരു വൈറ്റോ ഒരു പിങ്കോ കളറ്, ഒരു ക്രീം കളറോ കാണുന്നവരെ മാത്രം പൊട്ടിക്കുക. ഒരുപാട് പൊട്ടിക്കണ്ട. അത്രയും ഉരച്ചിട്ട് നമ്മൾ ഈ ഗ്ലാസ്സിലെ വെള്ളത്തിലോട്ട് ഇങ്ങനെ ഇടുക. കണ്ടോ, ഇത് താഴ്ന്നു പോയിട്ടുണ്ട്. താഴ്ന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ അത് മുളയ്ക്കാൻ ഒരു 90% ചാൻസ് ഉണ്ടെന്നാണ് മീനിങ്. പക്ഷേ താഴ്ന്നു കിടക്കുന്നത് ചിലതൊന്നും മുളയ്ക്കാറില്ല. അതെന്തുപോലെ നമുക്കിത് ഫുള്ള് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ആ റിസൾട്ട് മനസ്സിലാവും. എത്ര എണ്ണം മുളയ്ക്കുന്നുണ്ടെന്ന് നമുക്ക് അപ്പം മനസ്സിലാവും. ഇതുപോലെ എല്ലാം ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. അടുത്ത സീഡും പൊട്ടിച്ചിട്ടുണ്ട്. കണ്ടോ, മൂന്നാമത്തെ സീഡിങ് എടുത്തപ്പോഴത്തേനും അത് വെള്ളത്തിൽ താഴ്ന്നു കിടക്കുന്നില്ല, പൊങ്ങി കിടക്കുകയാണ്. പക്ഷേ ഇത് നമുക്ക് പറയാനൊക്കത്തില്ല. ചിലപ്പം 1-2 ദിവസം കഴിയുമ്പോൾ ഈ പൊങ്ങിക്കിടക്കുന്ന സീഡ് താഴെ പോവും. അങ്ങനെ സംഭവിക്കാറുണ്ട്. ഇങ്ങനെ ഞാൻ എല്ലാ സീഡ്സും ഉരച്ച് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ 10 സീഡും ഉരച്ച് പൊട്ടിച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ കൈക്ക് അത്യാവശ്യം നല്ല പെയിൻ കാണും കേട്ടോ. കാരണം ഇത് ഭയങ്കര ഹാർഡാണ് ഈ ലോട്ടസിൻ്റെ സീഡെന്ന് പറയുന്നത്. അപ്പം ഞാൻ എന്തായാലും 10 എണ്ണവും ഉരച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ എൻ്റെ നഖത്തിൻ്റെ പകുതി കൂടെ ഉരച്ച് കളഞ്ഞിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചോണം കേട്ടോ. എൻ്റെ നഖത്തിൻ്റെ പകുതി കൂടെ പോയിട്ടുണ്ട്. അപ്പം അതൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം. അങ്ങനെ 10 സീഡും ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഒരു 2 എണ്ണം മാത്രം പൊങ്ങി കിടക്കുന്നുണ്ട്. ബാക്കിയെല്ലാം താണാണ് കിടക്കുന്നത്. അപ്പോൾ ഇന്ന് ഒന്നാമത്തെ ദിവസമാണ് ഇന്ന്. ഒന്നാമത്തെ ദിവസം നമ്മൾ 10 സീഡും ആദ്യമായിട്ട് ഉരച്ച് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. 2 എണ്ണം പൊങ്ങി കിടക്കുന്നുണ്ട്. ബാക്കി 8 എണ്ണം താണാണ് കിടക്കുന്നത്. അപ്പോൾ ദിവസവും നമ്മൾ വെള്ളം മാറണം കേട്ടോ. ചെറിയ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. എല്ലാ ദിവസവും വെള്ളം മാറണം. അപ്പോൾ ഇനി നമുക്ക് നാളത്തെ റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കാം. കണ്ടോ, ഇത് 2ാമത്തെ ദിവസമായിട്ടുണ്ട്. വെള്ളത്തിൻ്റെ കളർ കണ്ടല്ലോ. മേളിലൊക്കെ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വന്ന് അടിഞ്ഞു കൂടി കിടപ്പുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് വീർത്തിട്ടുണ്ട് നമ്മുടെ സീഡ്സ്, കണ്ടറിയാം. പിന്നെ നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിനിങ്ങനെ എയർ ബബിൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാണാം. ഈ സീഡിൽ നിന്നും ഇങ്ങനെ എയർ ബബിൾ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതുകൊണ്ടാണ് പറയുന്നത് ഈ വെള്ളം മാറണം. കണ്ടോ, എനിക്ക് തോന്നുന്നു ഇതിൽ കേടായിട്ടുള്ള സീഡ്സ് ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇത്രയും വേസ്റ്റ് മേളിൽ ഇങ്ങനെ വന്ന് കിടക്കുന്നത്. അത് നമുക്ക് 2-3 ദിവസം കഴിയുമ്പോൾ എന്തായാലും മനസ്സിലാവും. അപ്പോൾ ഞാൻ 2ാമത്തെ ദിവസം വെള്ളം മാറ്റിയിട്ടുണ്ട്. പഴയ വെള്ളം കളഞ്ഞിട്ട് വീണ്ടും ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി അടുത്ത ദിവസത്തെ നോക്കാം. 3ാമത്തെ ദിവസമായപ്പോൾ നിങ്ങൾ കണ്ടോ, ഒന്നും നമുക്ക് കാണാൻ പോലും പറ്റാത്ത അത്രയും വേസ്റ്റൊക്കെ വന്ന് ഇങ്ങനെ അടിഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് കണ്ടു കഴിഞ്ഞാൽ കണ്ടോ, ഒരു സീഡ് ചെറുതായിട്ട് 2ആയിട്ട് പൊട്ടിയിരിക്കുന്ന പോലെ കാണുന്നുണ്ട്. അപ്പോൾ അത് മുളയ്ക്കാനുള്ള പരിപാടിയാണ്. കണ്ടോ, ഈ ഒരു സീഡ് 2ആയിട്ടൊരു ചെറിയ പിളർ പോലെ കാണുന്നുണ്ട്. നമുക്ക് നോക്കാം
എന്തായാലും ഇന്ന് 3ാമത്തെ ദിവസമാണ്. ഞാൻ അതും വൃത്തിയാക്കിയിട്ടുണ്ട്. ഞാൻ ആ സീഡ്സ് എല്ലാം ഒന്ന് വെളിയിൽ എടുത്തിട്ടുണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. കാണിച്ചു തരാം. ഇപ്പം ഇത്രയും സീഡ്സിന് വ്യത്യാസമൊന്നുമില്ല. വ്യത്യാസമുള്ള 2 എണ്ണം മാത്രം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് രണ്ടും പൊട്ടിയിരിക്കുന്നത് കണ്ടോ, പൊട്ടി അകത്തൊരു പച്ച നിറം കണ്ടോ, ഇങ്ങനെ അകത്തൊരു പച്ച നിറമുണ്ട് കണ്ടോ. ഇത് മുളയ്ക്കാൻ പോവാണ്. ഇപ്പോൾ 2 പേര് മാത്രമേ ഇങ്ങനെ പൊട്ടിയിരിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും വലിയ വ്യത്യാസമില്ല, ജസ്റ്റ് ഒന്ന് വീർത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പം നാളത്തേക്ക് എന്തുവായാലും നമുക്ക് നല്ലതായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ വീണ്ടും തിരിച്ചിടുകയാണ്. നമുക്ക് അടുത്ത ദിവസത്തെ അപ്ഡേറ്റ്സ് നോക്കാം. ഇന്ന് 4ാമത്തെ ദിവസമായിട്ടുണ്ട്. 4ാമത്തെ ദിവസവും വാട്ടറിൻ്റെ സർഫസിലെല്ലാം നല്ലതായിട്ട് വൈറ്റ് കളറിൽ ഇങ്ങനെ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് വളരെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെ മുളച്ച് നല്ല പച്ച നിറത്തിലുള്ള അതിൻ്റെ മുള നല്ലതായിട്ട് മുകളിലോട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. നമ്മൾ ഇന്നലെ എടുത്ത ആ 2 സീഡിനും അങ്ങനെ തന്നെ ഉണ്ട്. അതുകൂടാതെ വേറെയും സീഡ്സ് ഇങ്ങനെ ആയിട്ടിരിപ്പുണ്ട്, മുളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതും ഒന്ന് എടുത്ത് കാണിച്ചു തരാവേ വൃത്തിയായിട്ട്. കണ്ടോ, പുതിയ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് നമ്മൾ ഫോഴ്സ് ചെയ്യരുത്, ജസ്റ്റ് ടാപ്പിൻ്റെ അടി പിടിച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്താൽ മതി. കാരണം ഒരുപാട് വേസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഇതൊരു ഏകദേശം ഒരു 6 സീഡ്സ് മുളച്ചിട്ടുണ്ട്. ബാക്കി 4 എണ്ണത്തിന് റെസ്പോൺസ് ഒന്നുമില്ല. അപ്പോൾ ആ 4 എണ്ണം ഇനി മുളയ്ക്കാനും സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ ഒരു ദിവസം കൂടെ നോക്കിയിട്ട് അതങ്ങ് റിമൂവ് ചെയ്ത് കളയും. ബാക്കി 6 പേരും ഇങ്ങനെ പൊട്ടി മുളച്ചിരിപ്പുണ്ട്. ഇനിയിപ്പോൾ ഇത് പെട്ടെന്നായിരിക്കും ഇതിൻ്റെ ഗ്രോത്ത്. ജസ്റ്റ് ഈ ഒരു പരുവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് മുളച്ച് വലുതാവും. കണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ, നല്ല പച്ച കളറിൽ. ഇത്രയേ ഉള്ളൂ കേട്ടോ, വളരെ സിമ്പിളാണിത്. മുളയ്ക്കാനുള്ളത് എല്ലാം നമുക്ക് 4 ദിവസം 5 ദിവസം ആകുമ്പോഴത്തേനും അറിയാൻ പറ്റും. അതുവരെ മുളയ്ക്കാത്തതൊക്കെ പിന്നെ അങ്ങ് റിമൂവ് ചെയ്തേക്കണം, അല്ലെങ്കിൽ അത് കിടന്നിട്ട് പിന്നെയും ചീത്തയായി ബാക്കിയുള്ള വെള്ളം എല്ലാം നശിപ്പിക്കും. എന്നാലും ഡെയിലി വെള്ളം മാറണം. ഓക്കെ, പിന്നെ തിരിച്ചിട്ട് വേണം. അങ്ങനെ നമ്മുടെ 5ാമത്തെ ദിവസമായിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ, അത്യാവശ്യം ഗ്ലാസിൻ്റെ മുകളിൽ വരേക്കും എല്ലാവർക്കും ആ ഒരു മുള വന്നിട്ടുണ്ട്. കണ്ടോ, ഇത്രയും മുള വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വെള്ളം ഒന്ന് വൃത്തിയാക്കിയിട്ട് കണ്ടോ, ഇനി നമുക്ക് ഈ ഗ്ലാസ്സിൽ പറ്റത്തില്ല കേട്ടോ. കാരണം ഇത് ഇത്രയും വളർന്ന സ്ഥിതിക്ക് നമുക്ക് കുറച്ചുകൂടെ വലിയൊരു ബോട്ടിൽ വേണം. അതുകൊണ്ട് ഞാൻ ഒരു വലിയ ഗ്ലാസ് ബോട്ടിൽ വൃത്തിയാക്കി എടുത്തിട്ട് ചെറിയ ചൂടുള്ള വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതെല്ലാം അങ്ങോട്ട് മാറ്റാം. അങ്ങനെ ഞാനിതെല്ലാം നമ്മുടെ വലിയ ഗ്ലാസ് ബോട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട്. 6 പേരെ. ബാക്കിയുള്ള 4 എണ്ണം ഇതുവരെ ഒരു വിവരമില്ല, ഒരു മുളയ്ക്കാനുള്ള യാതൊരു ഭാവമില്ല. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഒരു 2 ദിവസം കൂടെ നോക്കിയിട്ട് മുളച്ചില്ലെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് കളയും. അതുവരെ അത് ആ ഗ്ലാസ്സിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. കാരണം ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഈ വെള്ളം പിന്നെയും പഴയ പോലെ വൃത്തികേടാവും. അങ്ങനെ നമ്മുടെ 6ാമത്തെ ദിവസമായിട്ടുണ്ട്. കണ്ടോ, വളരെ പെട്ടെന്നായിരിക്കും ഇനിയുള്ള വളർച്ച. എന്നാൽ ഈ ഗ്ലാസ് ബോട്ടിലിൻ്റെ ടോപ്പ് വരെ എത്തിയിട്ടുണ്ട് ഇത്ര പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട്. ഇനിയും ഈ ബോട്ടിൽ ഞാൻ മാറ്റുന്നില്ല, ഇനിയും കുഴപ്പമില്ല. ഇനിയും ജസ്റ്റ് ഇലകൾ വന്നിട്ട് ഇങ്ങനെ ബോട്ടിലിൻ്റെ മണ്ടയിൽ കൂടി ഇങ്ങനെ താഴോട്ട് കിടക്കത്തേ ഉള്ളൂ. പ്രശ്നമില്ല, ഈ ബോട്ടിൽ തന്നെ മതി നമുക്കിനി. അപ്പം നമുക്ക് ഇത് 5ാമത്തെ ദിവസമായിട്ടുണ്ട്. ഈ വെള്ളത്തിൻ്റെ സർഫസ് വരെ വന്നിട്ടുണ്ട്. ഇത് ആദ്യത്തെ ലീഫാണ് ഈ കാണുന്നത്, ആദ്യത്തെ ഇലയാണ് ഈ കാണുന്നത്. ഇനിയും 2-3 ഇലകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, അടുത്തടുത്ത ഇലകൾ. ഇന്ന് ഡേ 7 ആണ്. കണ്ടോ, ആദ്യത്തെ ഇലയെല്ലാം ബോട്ടിലിൻ്റെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇനിയും ആ ബട്ടൺ ലീവ്സ് എല്ലാം വിരിഞ്ഞ് വരും 2 ദിവസം കൂടെ കഴിയുമ്പോഴത്തേന്. കണ്ടോ, ഫുള്ള് നല്ലതായിട്ട് ഇലകൾ വരുന്നുണ്ട്, നല്ലതായിട്ട് വളരുന്നുണ്ട്. നമുക്ക് മുളച്ച് കിട്ടിയ 6 എണ്ണത്തിന് ഒരു പ്രശ്നമില്ല, എല്ലാവരും നല്ല ഹെൽത്ത് കണ്ടീഷനാണ്. ഇനി റൂട്ട് വന്നു കഴിഞ്ഞിട്ടേ നമുക്കിത് മാറ്റിയിടാൻ പറ്റത്തുള്ളൂ. റൂട്ട് വന്ന് ഒരു 2-3 ഇലയായിട്ടേ നമുക്ക് ഇത് നടാൻ പറ്റത്തുള്ളൂ. അതുവരെ നമ്മളിങ്ങനെ കീപ്പ് ചെയ്യണം. ഈ സമയത്തൊക്കെ 2 ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളം മാറിയാൽ മതി കേട്ടോ. വെള്ളത്തിന് വേറെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ കുഴപ്പമില്ല, അതൊന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. അങ്ങനെ ഇന്ന് നമ്മുടെ 13ാമത്തെ ദിവസമാണ്. കണ്ടോ, റൂട്ട്സ് എല്ലാം നല്ലതായിട്ട് വന്നിട്ടുണ്ട്. നല്ല വെള്ള നിറത്തിലുള്ള റൂട്ട്സൊക്കെ വന്ന് ഒരില വിരിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നൊരു 3-4 ചെടികൾക്ക് ഓരോ ഇല വീതം വിരിഞ്ഞിട്ടുണ്ട്. 3-4-5 ചെടികൾക്കോളം ഓരോ ഇല വീതം വിരിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ വിരിയാറായി നിൽക്കുന്നു. അപ്പോൾ ഈ ഒരു പരുവ് ഓക്കെയാണ്.
പക്ഷേ നിങ്ങളെപ്പോഴും ഒരു 2 ഇല വിരിഞ്ഞ് കുറച്ചുകൂടി നല്ലപോലെ റൂട്ട്സ് വന്നിട്ട് നടുന്നതായിരിക്കും നല്ലത്. അപ്പം ഞാൻ എന്തായാലും ഇന്നങ്ങ് നടാൻ പോവാണേ. ഇന്ന് ഞാൻ ഒരു 2 എണ്ണേ നട്ട് കാണിക്കുന്നുള്ളൂ. കാരണം വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് ബൗൾ ലോട്ടസാണ്, മിക്സഡ് സീഡാണ്. അപ്പോൾ ഓരോ പ്ലാന്റും നമ്മൾ ഓരോ പോട്ടിനകത്ത് വേണം നടാൻ. അതുമാത്രമല്ല, ലോട്ടസ് നമ്മൾ ഒന്നിലധികം വെറൈറ്റി ഒരേ പോട്ടിൽ നടുവാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ ഉണ്ടാവത്തുള്ളൂ, മറ്റുള്ളത് നശിച്ചു പോകും. മീൻസ് അതിനകത്ത് മിടുക്കുള്ള ഒരെണ്ണം മാത്രമേ നമുക്ക് പിടിച്ച് കിട്ടത്തുള്ളൂ, മറ്റേതങ്ങ് നശിച്ചു പോകും നല്ല പ്ലാന്റ് ആണെങ്കിൽ കൂടി. അതുകൊണ്ട് ഓരോ സീഡും ഓരോ ടബിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഓരോരോ വെറൈറ്റീസ് കിട്ടും. നമുക്കറിയത്തില്ല ഇത് ഏതൊക്കെ കളറാണെന്നുള്ളത് ഫ്ലവേഴ്സ്. അപ്പം ഞാൻ എന്തായാലും ഇത് ഒരു സീഡ് ഒരു പോട്ടിൽ നടുന്നുള്ളൂ. ഞാൻ സാധാരണ ചെടിച്ചട്ടി എടുത്തേക്കുന്നത്, കാരണം ഇത് നോർമൽ ബൗൾ ടൈപ്പ് ആണ്. അപ്പം ഞാൻ ഏറ്റവും നല്ല റൂട്ടുള്ള 2 എണ്ണമാണ് ഇപ്പോൾ എടുക്കുന്നത്. ഞാൻ ഇപ്പോൾ 2 പോട്ടേ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് 2 എണ്ണം ഞാൻ എടുത്തിട്ട് ബാക്കി പ്ലാന്റ്സ് എല്ലാം ഞാൻ തിരിച്ച് ഈ ബോട്ടിൽ തന്നെ ഇട്ട് വെക്കുവാണ്. എന്നിട്ട് കുറച്ചുകൂടെ ഹെൽത്തിയർ കണ്ടീഷൻ ആയി കഴിഞ്ഞിട്ട് നടാനുള്ളൊരു പ്ലാനാണ്. ഇപ്പോൾ കണ്ടേ, ഇതിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയതായിട്ടേ റൂട്ട്സ് വന്നിട്ടുള്ളൂ. നിങ്ങൾ എന്തായാലും ഒരു 2 ലീഫ് കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ട് റൂട്ടും കുറച്ചുകൂടെ ഒരു 4-5 ദിവസം കൂടി ഇരുന്നാലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. കുറച്ചുകൂടെ നല്ല കണ്ടീഷനിലാവും പ്ലാന്റ്. അപ്പം ഞാനിപ്പോൾ കുറച്ച് നേരത്തെ എടുത്ത് നടുന്നേ ഉള്ളൂ. അപ്പം ഞാൻ ഇതിനകത്ത് നല്ല റൂട്ടുള്ള 2 പ്ലാന്റ്, ഇതും പിന്നെ അതേണ്ടി രണ്ടാമതിരിക്കുന്നത്, ഇത് രണ്ടുമാണ് നല്ലതായിട്ട് റൂട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും ഞാനിന്ന് നടാൻ പോകാം. അങ്ങനെ ഞാൻ 2 ചട്ടി എടുത്തിട്ടുണ്ട്. അതിനകത്തിൽ സാധാരണ മണ്ണ് മാത്രം ഇട്ടിട്ടുള്ളത്. സാധാരണ മണ്ണ് മാത്രം ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് കട്ടയൊക്കെ പൊടിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഒന്നാമത്തെ പ്ലാന്റ് ഇതിനകത്ത് നടാൻ പോകണം. ഒന്നുമില്ല, സൈഡിൽ നടണേ. സൈഡിൽ ഒരു ചെറിയ കുഴി പോലെ വിരലുകൊണ്ട് എടുത്തിട്ട് ഗ്ലൗസ് യൂസ് ചെയ്യണം. അത് പ്രത്യേകം പറയുകയാണ്. ഞാൻ ഗ്ലൗസ് യൂസ് ചെയ്യുന്നില്ല ഇപ്പം, പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഗ്ലൗസ് യൂസ് ചെയ്യണം. എന്നിട്ട് ആ സീഡ് വേരിനൊന്നും പ്രശ്നം വരാത്ത രീതിയിൽ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. ഇതിന് പെട്ടെന്ന് ഇങ്ങനെ റണ്ണർ ഉണ്ടായി ഒരുപാട് ഇലകൾ വരുവേ. അതുകൊണ്ട് നമ്മൾ സൈഡ് ചേർത്ത് നടുക. ഒരു നടുക്ക് നട്ട് വെക്കാതിരിക്കുക താമര എപ്പോഴും നടുമ്പോൾ. അപ്പം ഇത് ഞാൻ നട്ടിട്ടുണ്ട്. അതുപോലെ നമുക്ക് രണ്ടാമത്തെ പ്ലാന്റും ഇതുപോലെ തന്നെ നടാം. ഇതും അതുപോലെ തന്നെ സൈഡിൽ ഒരു ചെറുതായിട്ട് മണ്ണൊന്ന് മാറ്റിയിട്ട് അവിടോട്ട് നമുക്ക് പ്ലാന്റ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ. പിന്നെ ഒരുപാട് വളമൊന്നും ഇടരുത് കേട്ടോ, കാരണം ഈ പ്ലാന്റ് ജസ്റ്റ് നമ്മൾ ജെർമിനേറ്റ് എടുത്തതാണ്, ട്യൂബറും ടെൻഡറും ഒന്നും അല്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് വളമൊക്കെ ഇട്ടിട്ട് നടുവാണെന്നുണ്ടെങ്കിൽ ഉണങ്ങി അളിഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സാധാരണ മണ്ണ് മാത്രം മതിയാകും ആദ്യം. ഇത്രയേ ഉള്ളൂ. ഇനി ആദ്യത്തെ ഒരാഴ്ച ഒരു തണലിൽ വെക്കുക. ഒരാഴ്ചയ്ക്ക് ശേഷം 1-2 ഇലയുടെ വന്നതിന് ശേഷം അത്യാവശ്യം വെയിലുള്ള സ്ഥലത്ത് വെക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട്, അതായത് ഇന്ന് 13ാമത്തെ ദിവസമാണ്, 15ാമത്തെ ദിവസമാണ് ഈ കാണിക്കുന്നത്. കണ്ടോ, ആ 2 ഇലയും ആ ഒരു എൻവയോൺമെൻറ്റിൽ സെറ്റിലായിട്ടുണ്ട്. കണ്ടോ, ഞാൻ പിന്നെ എക്സ്ട്രാ കുറച്ച് ആ സോളയും കുറച്ച് പായലും ഒക്കെ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ അതും ചെയ്യണം, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു, ബൈ.